ഇത് നീലിയമ്മ. എടപ്പാള് കണ്ടനകത്ത് കാലടിയിലാണ് ഇവരുടെ താമസം. എത്ര വയസ്സായി എന്നൊക്കെ ചോദിച്ചാൽ നീലിയമ്മയ്ക്ക് സംശയമാണ്, നമുക്കും സംശയമാണ്. വയസ്സൊരു നമ്പറൊക്കെ ആയിട്ട് മാറും ആ സമയത്തൊക്കെ. തന്റെ കരുത്തുകൊണ്ട് അല്ലെങ്കിൽ ചങ്കൂറ്റം കൊണ്ട് പ്രാദേശിക സ്ഥലത്ത് തന്റേതായ ഇടം കണ്ടെത്തിയ സ്ത്രീയാണ് നീലിയമ്മ. അതുകൊണ്ട് തന്നെ നീലിയമ്മേനെ സമൂഹം അല്ലെങ്കിൽ അന്നുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ആണുങ്ങൾ ചേർത്ത് പിടിച്ചിരുന്നു, സഹായിച്ചിരുന്നു, ഒപ്പം നിർത്തിയിരുന്നു. വീട്ടിൽ പേറന്ന കാരി കണ്ണത്തോ വീട്ടിൽ പേറന്ന കാരി വെട്ടത്തോ നാട്ടില വളർത്ത വെട്ടത്തോ നാട്ടിലാണി വളർത്ത മലർന്നു കിടന്നു കാളിക്കും കാലം. പിന്നെ നമ്മളെ പണ്ട് പാട്ടടി തന്ന ഓർമ്മയുണ്ടോ? നമ്മളെ ചാനലിന് വേണ്ടിയിട്ട് തുടക്കത്തില്. അപ്പൊ അന്നേ മുതൽക്ക് ഞാൻ നിങ്ങളെ പറ്റിയിട്ടൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു ആ ചാനലിന് വേണ്ടിയിട്ട്. എൻ്റെ ഒരു ചെറുപ്പത്തിൽ ഞാൻ ഇങ്ങനെ അന്ന് നമ്മളെ റോളറൊക്കെ ഉണ്ടല്ലോ, റോളറ്, അമ്മായി വണ്ടി, അതിന്റെ ഒപ്പം അല്ലായിരുന്നു പണിയെടുക്കാൻ പോയിരുന്നത്. അത് എങ്ങനെയായിരുന്നു പോയിരുന്നത്? ആര് വിളിച്ചിട്ടൊക്കെയാ പോയത്? അത് നമ്മളെ വളാഞ്ചേരിക്കാർ ഇവിടെ പണിയെടുത്തിരുന്നു, റോഡ് പണി എടുപ്പിച്ചിരുന്നു. അപ്പൊ അവരുടെ ഒപ്പം വണ്ടിക്ക് വെള്ളം പിടിക്കാന്. പക്ഷെ അങ്ങനെ അന്ന് പെണ്ണുങ്ങളൊന്നും അതിന് പോയിരുന്നില്ലല്ലോ. ഞങ്ങള് പോയിരുന്നു. അതല്ലേ ആ കണ്ടനാത്തുള്ളവര്. അതല്ലേ. അപ്പൊ അതിനെന്തിനാ വെള്ളം ഇങ്ങനെ അതിന്റെ ചക്കരത്തുമ്പോ ഇങ്ങനെ നനച്ചു കൊടുത്താല് ദാറൊന്നും ഒട്ടില്ല. അതിന് വേണ്ടിട്ടില്ല. നല്ല പിന്നെ ശക്തി വേണ്ട പണിയാണ് അല്ലേ. എല്ലാ പെണ്ണുങ്ങൾക്കൊന്നും പറ്റൂല അതല്ലേ. എല്ലാ പെണ്ണുങ്ങൾക്കും പറ്റില്ല, പെട്ടെന്ന് കാൽമേലേക്ക് എടുക്കും. അപ്പൊ ശ്രദ്ധ വേണം അല്ലേ. പറ്റിയിട്ട് നിങ്ങൾ എത്ര വയസ്സിലാണ് ഏകദേശം പണിക്കൊക്കെ പോകാൻ തുടങ്ങിയിട്ടുള്ളത്? ഞാന് ഒരു 10-18 വയസ്സിൽ പണിക്കൊക്കെ പോക്കും. കല്യാണം കഴിഞ്ഞ കുട്ടിയൊക്കെ ആയിരുന്നു. എന്റെ സണി പണിക്കൊക്കെ പോക്കും തുടങ്ങിയത്. ഇനിയിപ്പോ 2 കുട്ടികളെ നോക്കണം, പിന്നെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇതിന് അച്ഛനാണെങ്കിൽ ഒന്നും പാകില്ല. അപ്പൊ ഞാൻ ഇറങ്ങി നടന്നിട്ട് നല്ല കായിനുള്ള പണിക്കേ പോവുള്ളൂ. അതല്ലേ, അല്ലറ ചില്ലറ പണിക്കൊന്നും പോവില്ല. അതെന്താ ഏറ്റാന്? അല്ല, അത് നിങ്ങളിങ്ങനെ എടോഴിക്കൂടെ ഒക്കെ പോകുമ്പോഴേ, അന്ന് നമ്മളിവിടെ എന്റെ കുട്ടിക്കാലത്തൊക്കെ അതിൽ എടോഴി എഴുതല്ലോ. ആ സമയത്ത് ഇങ്ങനെ എടോഴിക്കൂടെ ഒക്കെ പോകുമ്പോ ഭയങ്കര കരുത്തായിരുന്നു, ഭയങ്കര ശരീരവും നല്ല ആരോഗ്യമൊക്കെ ഉള്ള സ്ത്രീയായിരുന്നു. അങ്ങനെ ആരോഗ്യമുള്ള സ്ത്രീകള് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ചെറുപ്പത്തിലൊന്നും. വെടിപ്പണിക്ക് പോവും. അതും സാധാരണ പെണ്ണുങ്ങളൊന്നും പോകാത്ത പണിയാണല്ലോ. അപ്പൊ വെടിപ്പണിക്ക് പറഞ്ഞാൽ എന്തൊക്കെയാ? വെടിപ്പണിക്ക് മരുന്നടിക്കുക, പടക്കം തിരക്കുക. അത് പടക്കം പൊട്ടിക്കണല്ല, പാറ പൊളിക്കണ, കമ്പി അടിക്കുക, അങ്ങനെയുള്ള പണിക്കൊക്കെ പോയി. അതല്ലേ ആണുങ്ങൾ ചെയ്യണ പോലത്തെ പണി. അപ്പൊ അന്ന് എന്താ അങ്ങനത്തെ പണികൾ ചെയ്യാൻ ഇഷ്ടായിരുന്നത്? കിട്ടും, പൈസ അധികം കിട്ടും. ഇരട്ടി. അല്ലെങ്കിൽ സാധാരണ ഈ പെണ്ണുങ്ങൾ ചെയ്യണതിന് അത് വലിയ പൈസയൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇത് മറ്റത് ആണുങ്ങളുടെ കൂലി നമുക്ക് തരൂല്ലേ. സിനിമകളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. പിന്നെ നിങ്ങളേനെ പറയുന്ന പോലെ പണ്ട് അത് ചോദിക്കുന്നോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ. മറ്റൊരു പേരും വിളിച്ചിരുന്നു, ബൂട്സ് നീലി എന്നുള്ളത്. അതെന്താ കാരണം എന്തായിരുന്നു? അത് പണിയുണ്ട്, ചുങ്കത്ത് പണിയുണ്ട്. അപ്പൊ ഞാൻ 150 മടലോ അല്ല ഉണക്കലോല കളത്തിലെ ഉണ്ണേരുണ്ടായിരുന്നില്ല, ആ ഏറ്റി കൊണ്ടുവരിക. ഉണക്കല് അവിടെ മുടങ്ങിയിട്ടിട്ട് അത് ഏറ്റി കൊണ്ടുവരിക. അപ്പൊ എനിക്ക് പിന്നെ ഏറ്റിട്ട് ഇത് പണിക്കാരിന്ന് വിളിച്ചിട്ട് കേൾക്കാനില്ല, ഉഞ്ചപ്പണിക്ക് നടാൻ വിളിക്കുക. വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ വിളിക്കുന്നുണ്ട് ഇങ്ങനെ, ഈ ഓല ആണെങ്കിൽ കേൾക്കാനില്ല. അപ്പോൾ പിന്നെ പറഞ്ഞ് ഓളെങ്ങനെ കേൾക്കുക, ഓളും ഓടിച്ച് പായണ വായ പായ. അങ്ങനെയാണ് ആ പേര് വീണതല്ലേ. പിന്നെ അന്ന് നിങ്ങളൊരു ദിവസം പറഞ്ഞില്ല, നിങ്ങളൊരു ദിവസം അന്ന് നമ്മൾ വന്നപ്പോ 10 മണിക്ക് ശേഷട്ടെ വരുമ്പോ ഇങ്ങനെ എന്തോ ഒരു പിന്നാലെ പോന്ന പോലെ തോന്നി. അതെന്താ ഉണ്ടായത്? അത് പിന്നെ നമ്മളെ ഇടയിൽ ഇങ്ങോട്ട് അന്നൊക്കെ ഇടയല്ലേ, ഇടയിൽ ഇങ്ങോട്ട് കീഴ്പ്പെട്ട് ഇറങ്ങിയപ്പോഴേ ഈ അമ്പത്തോടിന്റെ താഴത്തെത്തിയപ്പോണ്ട് ഒരു ഇല ഇങ്ങനെ നിൽക്കണം, പൊടിയണ്ണിയുടെ ഇല അങ്ങനെ വട്ടത്തിൽ നിൽക്കും. ഏകദേശം സമയമൊക്കെ എത്ര ഉണ്ടാവും? സമയം ഒരു 10-11 മണിയായിട്ടുണ്ടോ. അപ്പൊ എവിടുന്ന വരുന്നപ്പോ?
കോൺക്രീറ്റ് കഴിഞ്ഞ് വരിക കടവല്ലായിരുന്നു. ബസ് നമ്മളെ കണ്ടനകത്ത് നിർത്തി. പിന്നെ ഞാൻ അറിഞ്ഞു പിന്നെ ഇത് പാടത്ത് കൂടെ വെക്കണം കിട്ടും. അപ്പോൾ അതിൽ വെച്ചില്ല. അങ്ങനെ പോന്ന് അവിടെ എത്തി. അവിടെ ഈ പൊടിയൻ്റെ ഇലങ്ങനെ വെക്കും. എന്താപ്പോൾ പൊടിയൻ്റെ ഇലങ്ങനെ വെക്കുന്ന ഞാൻ കടന്നു പോയി. എന്നോട് ചോദിച്ച ഒരാളെ എൻ്റെ രീതിയിൽ ഇതെന്തത്ര നേരം വഴിയേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇത് ആളല്ലേ. അപ്പം ഇത് തിരിഞ്ഞു നോക്കി. അപ്പം ഇത് നായയുടെ മോന്ത. അങ്ങനെ കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാണ് ചോദിച്ചു. ഞാൻ നാരായണനാണ്. നാരായണനാണ്. എന്തേ ചോദിച്ചു. നാളെ കുണ്ടാറ്റില്ലാന്ന് ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഇങ്ങോട്ട് ആക്കിയിട്ടില്ല. പെരുമാറമ്പിലാണ്. അപ്പം എന്നോട് ചോദിച്ചു നാളെ അങ്ങോട്ട് വരില്ലേ. നാരായണൻ്റെ പീടികയിലുണ്ടാവും ഞാനിട്ടോ. ആയിക്കോട്ടെ. എന്നാ പറഞ്ഞ മൂപ്പര് കുറിയൊക്കെ നിങ്ങളിപ്പോ പിന്നെ റോട്ടിന്റെ ഞാൻ പറയണു ഇടവഴി കൂടെ ഒക്കെ പോകുമ്പോഴേ ഇടവഴിയൊക്കെ കുലുങ്ങിയിരുന്ന പോലെ തോന്നിയിരുന്നു. അപ്പൊ അത് ഭക്ഷണം കഴിച്ചതിന്റെ നമ്മളെ മനസ്സിന്റെ ഉറപ്പിന്റെ ഒക്കെ ആവും. അങ്ങനത്തെ ഒരു സാധനം ഒന്നും ഇപ്പൊ ആർക്കും ഇല്ലായിരുന്നു അല്ലേ. നിങ്ങൾ അങ്ങനത്തെ ഇങ്ങനെ പവറുള്ള സ്ത്രീകളെ ഇങ്ങനെ ഭയങ്കര ധൈര്യമുള്ള പെണ്ണുങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ഇല്ല. ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊന്നുമില്ല. ഇതിലുണ്ടായിരുന്നു നമ്മളെ മുത്തംകുജിയിലെ കോതമ്മാനായിരുന്നു. അതെ. ആ കോതമ്മ മറ്റേ റാക്ക് കച്ചിരുന്നു. അത് മരിച്ചുപോയി. ഓൾക്ക് നല്ല പവർ ആയിരുന്നില്ലേ. ആണുങ്ങളെയൊക്കെ ഭയങ്കര പരച്ച വരയിൽ നിർത്തിയെന്നല്ലേ. പവർ പല്യപ്പണ്ട മെനങ്ങണ്. കുട്ടികള് മെനങ്ങില്ലല്ലോ. പണിയെടുക്കാനുള്ള ശേഷി ഇല്ല കുട്ടി. പിന്നെ ആരോഗ്യമില്ല. നമ്മള് ഭക്ഷണമൊന്നും അല്ലല്ലോ കഴിക്കുന്നത്. അതാണ് കുട്ടികൾ വേണ്ട തളരുവേ. ഞങ്ങളിപ്പോ 4 ദിവസം വെള്ളം കുടിച്ചില്ലെങ്കിൽ ആ കരുത്തുണ്ടാവും. അപ്പൊ ആരാണ്ടാന്ന് ചോദിച്ചാൽ ഞാനടാന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നീലിയമ്മയ്ക്ക് ഇതേപോലെ തന്നെ നീലിയമ്മ മൊത്തം ആണുങ്ങളുടെ ഒപ്പം മാത്രമാണ് ജോലി എടുത്തിട്ടുള്ളത് ഏകദേശം. എന്നിട്ടും ആണുങ്ങളെ കൊണ്ടുള്ള ശല്യമൊന്നും നീലിയമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. ആൾക്കാർക്ക് അനുസരിച്ചിട്ട് നിങ്ങളെ ജീവിതങ്ങൾ മാറ്റിയിട്ടൊന്നുമില്ലല്ലോ. ആൾക്കാർ പറയുന്നവരോട് പറയാന്നല്ലാതെ അതൊന്നും വില വെച്ചിട്ടേ ഇല്ലല്ലോ. അത് വില വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ രീതിയിൽ ജീവിക്കാനും പറ്റില്ലല്ലോ. വില വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബം പട്ടിണി എടുക്കും. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എത്രാം ക്ലാസ് വരെ? 5 വരെ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ നിങ്ങള് അന്ന് നാടൻ പാട്ടൊക്കെ പാടി തന്നിരുന്നില്ലേ നമുക്ക്? അതൊക്കെ നിങ്ങൾ പാടി പിന്നെ എങ്ങനെ വായിച്ചു പഠിച്ചതാണോ അതോ കേട്ട് പഠിച്ചതാണ്? വായിച്ചു പഠിച്ചതുകൊണ്ട് കേട്ട് പഠിച്ചതുകൊണ്ട്. ഏതായാലും 2 വരി ഒന്ന് പറയാൻ പറ്റുമോ അപ്പൊ ചെറുതായിട്ട്? കണ്ണത്തു വീട്ടിൽ പേറന്ന കാരി, കണ്ണത്തു വീട്ടിൽ എന്ന കാരി, വെട്ടത്തു നാട്ടിലാണി വളർച്ച, വെട്ടത്തു നാട്ടിലാണി വളർച്ച, മലർന്നു കീടന്നു കാളിക്കും കാലം മടക്കാതെ കൊലോ തൂക്കന്നു കീടന്നു കാളിക്കും കാലം പായ ഓളിയൊക്കെ എണ്ണം തീർത്തു കണ്ണത്തു കരി കൂറുമ്പേ കണ്ണത്തു കരി കൂറുമ്പനാണ് ലങ്ങനെ ഇരിക്കുന്ന കാലത്തല്ലേ ലങ്ങനെ. ഒരു മാർച്ച് 8 അന്തർദേശീയ വനിതാ ദിനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരുന്നു? ഇല്ലല്ലോ. പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ദിനമുണ്ട്, അതറിയോ? അങ്ങനെ ഒരു ദിനത്തിന്റെ ആവശ്യമൊക്കെ ഉണ്ടോ നമുക്ക്? അപ്പോൾ ഇനി വേറൊന്നും പറയാനില്ല. വേറൊരു പ്രോഗ്രാമായിട്ട് അടുത്ത് കേറ്റടിയിൽ കാണാൻ നോക്കി.